ഗൈസ്, ഒരു കപ്പ് ന്യൂഡിൽസ് മാഗീൻ്റെ ഉണ്ട്. സോ നമുക്കിത് എടുത്താലും കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഈ കപ്പ് ന്യൂഡിൽസ് ട്രൈ ചെയ്യാം. ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കപ്പ് ന്യൂഡിൽസ് ആണ് ഗൈസ്. ചില്ലി ചൗ കുപ്പ ന്യൂഡിൽസ് മാഗീൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. സോ ലെറ്റ്സ് മേക്ക് ദിസ്. ഇതിന് ആദ്യം ആവശ്യമുള്ളത് വെച്ചാൽ ആകെ ഒരു സാധനം ആവശ്യമുള്ളൂ, ഹോട്ട് വാട്ടർ. ഇതിനകത്ത് പറഞ്ഞിരിക്കനുസരിച്ച് ഈ സാധനം ഇവിടം വരെ പകുതി ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതോ ലൈൻ ഉണ്ട്, അതുവരെ ഹോട്ട് വാട്ടർ ഒഴിക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 4 മിനിറ്റിന് ശേഷം പൈപ്പിംഗ് ഹോട്ടായിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെയാണ് ഇത് പറയുന്നത്. സോ നമുക്ക് ചൂടുവെള്ളം വെക്കാം ഗൈസ്. അങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്ത് വയ്ക്കാൻ ഗൈസ്. സോ വെള്ളം ചൂടാൻ വെച്ചുകൊണ്ട് നമുക്ക് അതുവരെ കുറച്ച് സമയമുണ്ട്. സോ നമുക്കിതിൻ്റെ മേലത്തെ റാപ്പ് പറിക്കാം ഗൈസ്. ഒരു സെക്കൻഡ് ഗൈസ്. സോ ഗൈസ്, എനിക്കിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എപ്പോഴോ ഏതോ ഒരു കാലത്ത്, എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്തൊരു സമയത്ത് എപ്പോഴും ഇതേപോലെ കപ്പ് ന്യൂഡിൽസ് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ് ഗൈസ്. അതിന് ശേഷം ഞാൻ വലിയ ഇത് മേടിക്കലുമില്ല. ഇതിന് ഏകദേശം 50 റുപ്പീസൊക്കെയാണ് വരുന്നത്. സോ 50 രൂപ കൊടുത്തിട്ട് കപ്പ് ന്യൂഡിൽസും ഇത്ര ചെറിയ ക്വാണ്ടിറ്റി കഴിക്കാൻ നല്ലതാണോ അറിയില്ല. ഐ ഡോണ്ട് നോ ഗൈസ്, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ഒരു നൊസ്റ്റാൾജി അടിച്ചിലേക്ക്. ഇത് കഴിച്ച് തന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഇത് ഇവിടെ ഇങ്ങനെ ചുരുട്ടി ഇവിടെ വരെ എത്തണം ഗൈസ്. നമുക്ക് ഇതന്നെ പൊളിച്ച് വെച്ച് 50 റുപ്പീസാണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാം. നമുക്ക് വെള്ളം ചൂടായി നോക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ചൂടുവെള്ളം തിളക്കുന്നുണ്ട് ഗൈസ്. ചൂടായി വരുന്നുണ്ട്. കുറച്ചും കൂടി തിളക്കട്ടല്ലേ. കുറച്ചും കൂടി തിളച്ചിട്ട് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിൽ മാറ്റിയിട്ട് മറ്റേ നമ്മുടെ കപ്പ് നൂഡിൽസിൽ ഒഴിക്കാം ഗൈസ്. ഗൈസ്, നമുക്ക് ചൂടുവെള്ളം എന്താണ് സെറ്റായിട്ട് ഇവിടം വരെ ഫുൾ ചെയ്ത് വെക്കാം. ഫെയിലാവോ ഇല്ലയോ എന്ന് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല ഗൈസ്. ഒന്നും വരാതെ അയ്യോ, പണിപ്പാളി. ആക്ച്വലി ഇതാ ഇവിടം വരെ നല്ല മണം കിട്ടും. ഇവിടം വരെ നല്ല മണം. ഓ ഗൈസ്, ഇതിൻ്റെ കൂടെ ഒരു ഫോർക്കും കിട്ടുന്നുണ്ട്. സർപ്രൈസ്. ഇതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് ഫോർക്കും കിട്ടുന്നുണ്ട്. നമുക്ക് ഫോർക്ക് തൽക്കാലം ഇവിടെ ആയിട്ട് വെക്കാം. നല്ല മസാല വേണം ഗൈസ്. നമുക്കിനി ഇതിനകത്ത് നമുക്ക് സാധനം വയ്ക്കാം. ചൂടുവെള്ളം എടുത്തിട്ട് വരും ഗൈസ്. സോ ഗൈസ്, നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അയ്യോ, കുഴപ്പമില്ല. ഇത് കറക്റ്റാണെന്ന് തോന്നുന്നു. എനിവേ ഇച്ചിരിയും കൂടി ഇതിനകത്തുണ്ട്. ഒരു കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒന്ന് വെച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്തു വെക്കാം ഗൈസ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ 4 മിനിറ്റ്സ് ഗൈസ്. അങ്ങനെ നമ്മുടെ സാധനം 4 മിനിറ്റ് കഴിഞ്ഞ് എന്തായാലും ഇനി തുറന്നു നോക്കാം ഗൈസ്. ലെറ്റ്സ് സീ വെന്തിട്ടുണ്ടാവുള്ളൂ. ആക്ച്വലി ഇതിൻ്റെ കോല ഇങ്ങനെയാണുള്ളത്. നമുക്കെന്തായാലും ഇതിൽ പറയുന്നത് ഓപ്പൺ സ്റ്റിർവെൽ ആൻഡ് എൻജോയ് സോസി ക്യൂപ്പൻ നൂഡിൽസ് contains will be on avoid hot
കണ്ടൻസ് ഓഫ് ദ കപ്പ് വിൽ ബി ഹോട്ട് ആഫ്റ്റർ ആഡിങ് ഹോട്ട് വാട്ടർ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഫുള്ള് തുറക്കാം. ആഹാ, വെന്താ മതിയായിരുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടി ഫോർക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും ഇത് എത്ര വെന്തോന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഒന്ന് ഇതിൻ്റെ ലൈൻ്റെ അത്ര തന്നെയാണല്ലോ വെള്ളം ഒഴിച്ചത്. സവാശ്. സോ ഗൈസ്, ഈ ഫോർക്ക് അത്ര റിലയബിൾ അല്ല കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടി വെക്കാം. എനിക്കെന്തോ അത്ര വെന്ത പോലെ തോന്നുന്നില്ല. എന്തായാലും ഒരു 5 മിനിറ്റൊക്കെ ആയി. ബട്ട് സ്റ്റിൽ നമുക്കൊരു വിശ്വാസത്തിന് കുറച്ചും കൂടി വെക്കാം ഗൈസ്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. സോ ഗൈസ്, നമ്മുടെ കപ്പ് ന്യൂഡിൽസ് സത്യം പറഞ്ഞാൽ കുറച്ച് നല്ല വാട്ടറിയാണ്. വെള്ളം ഒഴിച്ചെല്ലാം കറക്റ്റാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്ലോപ്പാണ് അല്ലയോ എന്ന് അറിയാണല്ലോ. പക്ഷെ നല്ല മസാലയുടെ മണം അടിക്കണ്ട. സത്യം പറയുകയാണെങ്കിൽ ഫ്ലേവറെല്ലാം നൈസാണ്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ കാണാൻ കഴിച്ചു, ചെറുതായിട്ടുള്ള ക്യാരറ്റിൻ്റെ എല്ലാം. ബട്ട് ഐ പ്രിഫർ നോർമൽ നൂഡിൽസ്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ കറക്റ്റ് വേവെല്ലാം സെറ്റ് ആയിരിക്കും. ഇതൊരുമാതിരി മസാലയും കറക്റ്റ് പിടിച്ചിട്ടില്ല, വേവും സെറ്റായിട്ടില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റിങ് ഗൈസ്. ഓർ മേ ബി ഇതിങ്ങനെ തന്നെ ആയിരിക്കും കഴിക്കേണ്ടത്. To be honest, normal noodles are better and cup noodles. വെറുതെ അല്ലേ ഇത് അന്ന് മേടിച്ച് പണ്ടെപ്പോഴും മേടിച്ചിട്ട് വിട്ടിട്ട് പോയി തോന്നി. കൊള്ളില്ല, ഫ്ലേവർ കൊള്ളാം, മസാല എല്ലാം നൈസാണ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ദ വേ നോർമലി യൂഷ്വലി കുക്ക്. ഐ മീൻ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ടേസ്റ്റ് ഇല്ല. ഇന്നത്തോടെ ഇത്രയുള്ളൂ ഗൈസ്. ബൈ ഗൈസ്. ഫോർ ദ ലാസ്റ്റ് ഓപ്ഷൻ നമുക്കിത് തിന്ന് തീർക്കേണ്ടതുണ്ട്. നമ്മൾ ഈ സാധനം മൊത്തം അതിനകത്തിട്ട് സർപ്രൈസിംഗ്ലി ഇതിൻ്റെ അടിയിൽ കുറേ മസാല ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് നോർമൽ നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈക്ക് കറക്റ്റ് വെന്ത് മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഗൈസ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ കപ്പ് നൂഡിൽസ് ലാസ്റ്റ് ഇങ്ങനത്തെ പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എല്ലാം ഫസ്റ്റ് ബൈറ്റ് എടുക്കുകയാണ്. ഫാർ ബെറ്റർ ഗൈസ്. ശരിക്കും ഇപ്പോഴാണ് മസാല എല്ലാം കറക്റ്റ് പിടിച്ചത് കപ്പ് നൂഡിൽസിൻ്റെ. Now it's good. So let me finish it. Bye.